26,000 രൂപയ്ക്ക് നിങ്ങളൊരു ഓൾറൗണ്ടർ നോക്കുവാണെങ്കിൽ ഇതിനെ വെല്ലുന്നൊരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് കിട്ടത്തില്ല. മോട്ടോറോളയുടെ എഡ്ജ് 50 സീരീസിലെ ഏറ്റവും പുതിയ മോഡൽ, മോട്ടോറോള എഡ്ജ് 50 നടക്കുന്ന ആദ്യത്തെ മോഡൽ, അതേപോലെ തന്നെ മോട്ടോറോളയുടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകാനും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു മോഡലാണ് മോട്ടോറോള എഡ്ജ് 50 എന്ന് പറയുന്നത്. 50 സീരീസിന്റെ ഒരുപാട് ഫോണുകൾ നമ്മൾ അൺബോക്സ് ചെയ്തു. 50 ഫ്യൂഷൻ, 50 അൾട്ര, അങ്ങനെ ഒരുപാട് സ്മാർട്ട് ഫോൺ. അതിന്റെ പ്രോപ്പർ എഡ്ജ് 50 ആണ് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഇതിലത്തെ അടിപൊളി കോണ്ടന്റ്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, ചെയ്ത് നോക്ക്. സോ മോട്ടോറോളയുടെ G85 വരെ നമ്മൾ ഈ കൈൻഡ് ഓഫ് പാക്കിംഗ് കണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇതൊരു അത്യാവശ്യം മിഡ് സെഗ്മെന്റിലോട്ട് വരുന്ന ഒരു പാക്കിംഗ് ആണ് ഈ ക്രീം കളറിലെ. ആൻഡ് ഓൾസോ അൾട്രയിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവൽ റൈസറൊക്കെ നമുക്ക് ബ്ലാക്ക് കളറിലായിരിക്കും വരുന്നത്. കത്തിയില്ല, ഉത്തരവാദിത്തമില്ലാത്ത എഡിറ്റർ, കത്തിയില്ല ഗൈസ്. നമ്മുടെ എഡിറ്റർ പോരാ, ക്യാമറമാൻ കം എഡിറ്റർ കം ഡയറക്ടർ കം സ്ക്രിപ്റ്റ് റൈറ്റർ പോരാ. കത്തി എന്തിന്? ഇറ്റ്സ് ആക്ച്വലി പ്ലാസ്റ്റിക് ഫ്രീ പാക്കിംഗ്. അന്ന് തന്നെ നമുക്ക് നമ്മുടെ ഡിവൈസ് കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലൊക്കെ. പേപ്പറാ, പ്ലാസ്റ്റിക് ഇപ്പോൾ വരില്ല. അതുപോലെ തന്നെ നോട്ട് ഓൺ UV പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ടൊരു കഥ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി കേർവാണ്, എഡ്ജാണ്, അതുകൊണ്ടാണ് UV ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നീ ഞെട്ടു ഇത് കണ്ട, നീ ഞെട്ടു ഇത് കണ്ട, എൻ്റെ ഓരോ സീൻ സാധനം. ഞാൻ ഇതുവരെ മോട്ടോറോളയുടെ എഡ്ജ് 50 പോട്ടെ, ഇതുവരെ വന്നിട്ടുള്ള ഫോണുകൾ ഏത് പ്രീമിയം ആണെങ്കിൽ പോലും ഇത് കിടുസാധനം എന്ന് പറഞ്ഞാൽ കിടുസാധനം. നിങ്ങളത് കണ്ടു നോക്ക്. ഇതിൻ്റെ ഫീൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ. മണം എന്ന് പറഞ്ഞാൽ അപ്സര റബ്ബറിൻ്റെ മണം, കറക്റ്റാ മണം. നൈസ് മോട്ടോറോള. ഫ്രണ്ട് നമ്മൾ ഇത്രയും നാളും കണ്ടുവന്ന മോട്ടോറോള ഫോൺ തന്നെയാണ് കേട്ടോ. ഹലോ മോട്ടോ, നൈസ്. ദേ ഹാവ് ഡൺ എ റിയലി ഗുഡ് ജോബ്. ഞാൻ ഈ പച്ച കളറാണെന്ന് പറഞ്ഞ പച്ച ടീഷർട്ടൊക്കെ ഇട്ട്, ദിസ് ഇസ് നൈസ്. ബാക്കി നോക്കാം. 68 വാട്ടിൻ്റെ ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇവിടെ കറസ്പോണ്ടിങ് ടൈപ്പ് C to Type C. നൈസ്. Type C to Type C ഡേറ്റ കേബിളും വരുന്നുണ്ട്. എസ് വിട്ടുപോയി, ഓർമ്മിച്ച് നന്നായി. എനിക്ക് ബാക്ക് കവർ കാണാൻ ഞാൻ എക്സൈറ്റഡാണ്. മോട്ടോറോളയുടെ ബാക്ക് കവർ കാണാൻ എക്സൈറ്റഡാണ്. മറ്റേതാ സിം ഇജക്ടർ പിൻ, ആരും വായിക്കാത്ത പേപ്പർ വർക്ക്സ്. ദെൻ വി ഹാവ് എ തിങ് കോൾഡ് ബാക്ക് കവർ. ഇത് പേപ്പർ ആയതുകൊണ്ട് നമുക്ക് മെനക്ക് കീറാൻ പറ്റും. കാരണം ഇവിടെ വെച്ച് കീറാൻ പോകുമ്പോൾ ഇതാ പോകുന്നത്. പൊടിയാണല്ലേ, ഇത് ഡിസൈനാ. ഓക്കെ, ഇത് ബ്ലെൻഡ് ആകുമെന്ന് നോക്കാം. നൈസ്. ആ ബാക്ക് കവറിനകത്തൊരു 3D ബവൽ എംബോസ്ഡ് ആയിട്ടുള്ള സാധനം കണ്ടോ ഇവിടെ. കൊള്ളാം കേട്ടോ ഇവൻ്റെ ബാക്ക് കവറിൽ കൊടുക്കുന്നതൊക്കെ. 28 തോന്നുന്നുണ്ട്, 28 വരും ഇതിന് MRP. ബട്ട് എഫക്റ്റീവ് പ്രൈസ് 26 അണ്ടർ 30K. ദിസ് ഇസ് എ നൈസ് ഗുഡ് ലിറ്റിൽ ഫോൺ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ. ബാക്കി ഞാൻ ചറവറ സ്പെക്ക് പറയും, പക്ഷെ ഒരു ഓൾറൗണ്ടർ നിങ്ങൾ നോക്കുവാണെങ്കിൽ കണ്ണടച്ച് മേടിച്ചോ. സ്പെക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ഡിസൈനിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ മോട്ടോറോള എഡ്ജ് സീരീസിൽ കണ്ടുവന്ന സെയിം ഡിസൈനാണ്. എക്സാക്ട്ലി നമ്മൾ കണ്ടുവന്ന സെയിം സാധനം. എഡ്ജ് 50 പ്രോ, ഫ്യൂഷൻ, അൾട്ര എല്ലാത്തിലും വന്നേക്കുന്ന എക്സാക്ട് പാറ്റേൺ തന്നെയാണ്. ട്രസ്റ്റ് മീ, ഇത്രയും നാളും വന്നേക്കുന്ന ഈ മോഡൽസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ബിൽഡ് ഇതാണ്. ഇതിനകത്ത് ഒരുപാട് പ്രത്യേകത ഉള്ള ഫോണാണ്. നമുക്കിത് വേണം ഫ്രീസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇച്ചിരി ചൂടൊക്കെ ഫ്ലെയിംസ് ആയാലും അത്യാവശ്യം ഗ്ലോ ബോക്സിലുള്ള ചൂടായാലും ഇച്ചിരി ഒന്ന് ലൈക്ക് തെർമൽ കണ്ടീഷൻ ആയാലും അതൊക്കെ സർവൈവ് ചെയ്യുന്ന, അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് പട്ടോന്നിട്ടാലും വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന മിലിറ്ററി സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. ഇത് അങ്ങോട്ട് മേടിച്ചിട്ട് അകത്ത് ഇടലാണ് ഇട്ടേക്കുന്നത്. ഇത്രയും കോൺഫിഡൻസോടെ ഇടാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി സർട്ടിഫിക്കേഷൻ ആണ്. അതേപോലെ തന്നെ നമുക്കിതിനകത്ത് എന്നാ പറയുന്നത്, ഡ്യൂറബിലിറ്റി, എത്ര വീണാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പൊട്ടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫോണും പൊട്ടിക്കാം. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു മിലിറ്ററി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫോണാണ്. അതുപോലെ IP68 ഫോണാണ്. അതുപോലെ ഇത് രണ്ടും വന്നേക്കുന്ന ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ കൂടിയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ബെസ്റ്റ് ആണ് ഇതിൻ്റെ ഡിസൈൻ എന്ന്. തീർച്ചയായിട്ടും 30,000 രൂപയ്ക്കകത്ത് അടിപൊളി കിണ്ണം കാച്ചി ഡിസൈനാണ്. എസ്പെഷ്യലി കേർവ് സ്ക്രീൻ വരുന്നുണ്ട്, മിലിറ്ററി പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, IP68 വരുന്നുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്. സോ ഡിസൈൻ വൈസ് നിങ്ങൾ ആലോചിക്കുക വേണ്ട, ദി ബെസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്കറിയാം മോട്ടോയുടെ ഏത് ഫോണായാലും പാൻറ്റോൺ ക്യൂറേറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് വരുന്നത്. സെലക്റ്റീവ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രത്യേകതയുള്ള കളേഴ്സിലാണ്. അടുത്തത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. 30,000 രൂപയ്ക്കകത്ത് ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് തന്നെ ഇതിനെ എനിക്ക് വിശ്വസിപ്പിക്കാൻ പറ്റും. കാര്യം ഒരു 6.7 ഇഞ്ചിന്റെ വലിയ ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും 10 ബിറ്റ് സപ്പോർട്ടും HDR10+ സപ്പോർട്ടും അതേപോലെ തന്നെ നമുക്ക് 1600 ഹെർട്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും 3D കെയറും 30,000 രൂപയ്ക്കകത്ത് കിട്ടുന്നുണ്ട്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 28,000. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഫക്റ്റീവ് പ്രൈസ് 26,000. പിന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതും ഇതേപോലെ
പ്രശ്നമൊന്നും വരത്തില്ല. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ OIS ക്യാമറയാണ് അതിനകത്ത് വരുന്നത്. 10 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 13 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. കൂടാതെ 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. ക്വാഡ് പിക്സൽ ടെക്നോളജി ഇതിലുണ്ട്. 30x AI സൂം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ കപ്പിൾ ഓഫ് AI ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. AI ഫീച്ചേഴ്സ് വരുന്നത് നമ്മൾ കണ്ടുവന്ന AI മാജിക് റേസർ, മാജിക് ക്യാൻവാസും അങ്ങനെ ഈ കാണുന്ന കപ്പിൾ ഓഫ് ഫീച്ചേഴ്സ് അൾട്രയിലേക്ക് കണ്ടുവന്ന അതൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. പിന്നെ ഗൂഗിൾ ഫോട്ടോസുമായിട്ട് അസോസിയേറ്റ് ഉള്ള AI ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം അതിൽ കിട്ടും. അതുപോലെ 4K റെസൊല്യൂഷൻ നമുക്ക് വീഡിയോ ഇടാൻ പറ്റും. ഫ്രണ്ടിലും ബാക്കിലും 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 4K 30 FPS. സോ ഹലോ UI ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ക്യാമറ UIയിലും ഹലോ UI വരുമ്പോഴത്തേക്ക് പ്രോപ്പർ ക്ലീൻ ആയിട്ടുള്ള അടിപൊളി സാധനമാണ് വരുന്നത്. സോ പോർട്രേറ്റ്സ് ലുക്സ് ലൈക്ക് ദിസ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ആദ്യം പറഞ്ഞതുപോലെ ഇതിനകത്ത് വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 1 ആണ് ഇതിനകത്ത് പ്രോസസ്സർ വരുന്നത്. ഇത് ആക്ച്വലി ഫസ്റ്റ് പ്രയോറിറ്റി ഗെയിമിങ്ങിന് കൊടുക്കുന്നതല്ല, പക്ഷേ ഓൾറൗണ്ടറിൽ ആ ഒരു ഗെയിമിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിംഗ് സെഗ്മെന്റിന് നല്ല റെസ്പെക്ട് കൊടുത്തേക്കുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. 7,25,000 AnTuTu സ്കോർസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദ ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് ദി ഗെയിമിംഗ്, എന്തൊരു ഇംഗ്ലീഷ് അത്, അതായത് ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ IQൻ്റെ ഫോൺസ് ഒക്കെ എടുക്കത്തില്ലേ, അതുപോലെ അല്ല ഇത്. ഓൾറൗണ്ടറിനകത്ത് എന്നാൽ നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള എബോ ആവറേജ് എക്സ്പീരിയൻസ് ഗെയിമിംഗ് തരുന്നൊരു ഫോണാണ്. LPDDR 4X ആണ് ഇതിനകത്ത് റാം ടൈപ്പ്. അതുപോലെ UFS 2.2 ആണ്. ബട്ട് 2.2 എന്ന് പറയുമ്പോഴത്തേക്ക് കുറഞ്ഞു പോയെന്ന് വിഷമിക്കേണ്ട. നമ്മൾ മോട്ടോറോളയുടെ ഇടയ്ക്കൊരു കോൺസ്പിറസി വന്നായിരുന്നു, ഒരു കോൺട്രവേഴ്സി വന്നായിരുന്നു. അവർ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ സ്പീഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിനകത്ത് സ്പേഷ്യസ് ആയിട്ടുള്ള 4516 അതായത് 4516 mm ഒരു വേപ്പർ ഷേപ്പിംഗ് കൂളർ ഉണ്ടല്ലോ, ആ ചേമ്പറിനകത്ത് വരുന്നുണ്ട്. Wi-Fi 6 സപ്പോർട്ടും 16 5G ബാൻഡ്സിനകത്ത് വരുന്നുണ്ട്. 5G നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ള ഹലോ UIയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞാൻ മോട്ടോയുടെ UI എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ക്ലീനാണ്, പ്രോപ്പറാണ്, അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മോട്ടോയുടെ കണക്റ്റാണ്, സ്മാർട്ട് കണക്റ്റ് അടിപൊളിയാണ്, റിലയബിളാണ്, എഫിഷ്യൻ്റ് ആണ്. സുഖമായിട്ട് നമ്മൾ iOSൽ എയർ ഡ്രോപ്പ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, ചുമ്മാ എല്ലാ സാധനം എടുത്ത് എറിയാനും പറ്റും, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, നമുക്ക് വേണേൽ PUBG വരെ സ്ക്രീൻ ഷെയർ ചെയ്ത് ഗെയിം കളിക്കാൻ പറ്റും. അത് അടിപൊളി ഫീച്ചറാണ്. എന്തൊക്കെ പറഞ്ഞാലും സ്മാർട്ട് കണക്റ്റ് അടിപൊളിയാണ്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഓൾ റൗണ്ടർ, നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങാനായാലും നിങ്ങൾക്ക് പേഴ്സണലി ഇതൊക്കെ കൊണ്ട് പറഞ്ഞാൽ സ്റ്റൈലിഷ് സാധനമല്ലേ, ഭയങ്കര ക്ലാസ്, ഒരു വെയിറ്റും ഒന്നുമില്ല. ഓൾറൗണ്ടർ സെഗ്മെൻറ്റിൽ നിങ്ങൾ നോക്കുന്നതാണ്. ഈ പറഞ്ഞേക്കുന്ന ഫീച്ചേഴ്സൊക്കെ ലോട്ടറിയാണ്. ഹലോ UI സ്റ്റോക്കാണ്, അടിപൊളിയാണ്, എല്ലാം സൂപ്പറാണ്. സോ ബെസ്റ്റ് ഓൾറൗണ്ടർ ഓഫ് 30,000 അണ്ടറിനകത്ത് ഇപ്പം തന്നെ അവാർഡ് കൊടുത്തിരിക്കുന്നു മോട്ടോറോളയ്ക്ക്. സോ ഇതാണ് നമ്മുടെ വീഡിയോ. എന്തെങ്കിലും ടെസ്റ്റൊക്കെ നടത്തണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. എന്തായാലും നമ്മുടെ റീലിനകത്ത് നിങ്ങൾ കുറച്ച് ടെസ്റ്റൊക്കെ കാണും, ഇതിൻ്റെ ഫ്രീസ് ചെയ്യുന്നതും അതുപോലെ നമ്മൾ തറയിലിടുന്നതും ഒക്കെ കാണും. പെട്ടെന്നുള്ള ഇങ്ങനത്തെ ഇത് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഉറക്കം വരുന്നതുകൊണ്ട്.